ഇടുക്കി ചീനിക്കുഴി കൊലക്കേസ് പ്രതി ഹമീദിന് തൂക്കുകയർ. ഇന്ന് തൊടുപുഴ അഡീഷണൽ സെഷൻ ജഡ്ജിയാണ് ഈ വിധി വിധിച്ചത്. കാരണം ഹമീദിനോട് ഒരു സോഫ്റ്റ് കോർണറും കോടതിക്ക് തോന്നിയില്ല. ഹമീദിന് ഇപ്പം 80 വയസ്സ് പ്രായമുണ്ട്. തൻ്റെ മകൻ്റെ ഭാര്യയും 2 കുട്ടികളെയുമാണ് ഹമീദ് കൊലപ്പെടുത്തിയത്. അത് അവരുടെ ബെഡ്റൂമിൽ ജനലിനിടെ കുറേ പെട്രോൾ ഒഴിച്ച് കുപ്പിക്കകത്ത് പെട്രോൾ നിറച്ച് കത്തിച്ച് ജനലിനുള്ളിൽ ഉള്ളിലേക്ക് എറിഞ്ഞു, തീ പടർത്തി. അവർ രക്ഷപ്പെടാൻ അവരുടെ വാതിലിൻ്റെ ആ വശവും അവർ ഓൾറെഡി തീ കത്തിച്ചു. അവർക്ക് രക്ഷപ്പെടാൻ വന്ന ബാത്റൂമിലേക്ക് കയറി. ആ പിതാവും അല്ലെങ്കിൽ മകനും ഭാര്യയും 2 പെൺകുട്ടികളും, മുഹമ്മദ് ഫൈസൽ 45 വയസ്സ്, ഭാര്യ ഷെയ്ബയ്ക്ക് 40 വയസ്സുണ്ട്, മെഹറിൻ 16 വയസ്സും ഹസന എന്ന കുട്ടിക്ക് 13 വയസ്സുമുണ്ട്. സന്തോഷമായിട്ട് കഴിയുന്ന ആ വീട്ടിലേക്ക് പിതാവുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. സ്വത്ത് തർക്കമായിരുന്നു പ്രശ്നം. പിതാവിന് മകൻ കീഴടങ്ങിയില്ല, വൈരാഗ്യം വന്നു. പിതാവ് പലരിടത്തും പറഞ്ഞു നാട്ടിൽ, ഞാൻ അവനെയും ഭാര്യയും മക്കളെയും കൊല്ലുമെന്ന്. ആൾക്കാർക്കത് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം സ്വന്തം പിതാവാണ് അത് പറഞ്ഞത്. മുഹമ്മദ് ഫൈസലിന് ഇപ്പോൾ 40-45 വയസ്സായി. അത് തന്നെയല്ല, ഭാര്യയ്ക്ക് 40 വയസ്സുണ്ട്, മക്കൾക്ക് 16-13 വയസ്സുള്ള കുട്ടികൾ. അതൊക്കെ വീമ്പിളക്കുകയാണെന്ന് ആൾക്കാർ ധരിച്ചത്. പക്ഷേ ഹമീദ് അത് വെൽ പ്ലാൻഡായ ഒരു മർഡറാണ്. 4 പേരും മുറിക്കകത്ത് വെന്തു മരിക്കുകയാണ് ചെയ്തത്. അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം ഇയാൾ അടച്ചു. ഫ്രിഡ്ജിനകത്ത് പോലും ഒരു കുപ്പി വെള്ളം പോലും ഇല്ലായിരുന്നു. തീ കത്തുന്ന കണ്ട് നാട്ടുകാരും ചുറ്റുമുള്ളവരെല്ലാം ഓടിക്കൂടിയപ്പം വെള്ളം ഒഴിക്കാൻ ഒരു മാർഗവുമില്ല. വാട്ടർ ടാങ്കിൽ വെള്ളമില്ല. ആ വീട്ടിൽ ഒരു തുള്ളി വെള്ളം എടുക്കാനില്ല. ഫ്രിഡ്ജിലുള്ള വെള്ളമെങ്കിലും എടുത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലെ കുപ്പി തപ്പിയപ്പം അതുപോലും ആ കുപ്പിയൊക്കെ കാലിയാക്കി വെച്ചിരിക്കും. വളരെ ഡെലിബറേറ്റായ മനഃപൂർവ്വമായ ഒരു കൊലപാതകം തന്നെ. അയാൾ പല ആൾക്കാരുടെ അടുത്തും വീമ്പിളക്കി നടന്നിരുന്നു, ഞാൻ എൻ്റെ മകനെയും ഭാര്യയും മക്കളെയും കൊല്ലുമെന്ന്. അയാൾക്കിപ്പോൾ 80 വയസ്സാണ്. കോടതിയോട് യാചിച്ചു, കാരണം തനിക്ക് പ്രായമായി, കാരുണ്യം കാണിക്കണം. കോടതി ഇത്രയും ക്രൂരമായൊരു കൊലപാതകമാണെന്ന് കോടതിക്ക് മനസ്സിലായി. തൊടുപുഴ DYSP ആണ് അത് അന്വേഷിച്ചത്. ലാൽ എന്ന് പറഞ്ഞ AG ലാൽ എന്ന DYSP നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. പാളിപ്പോകാവുന്ന ഒരു കേസ് തന്നെയായിരുന്നു. കുറ്റമറ്റ രീതിയിൽ ആ കേസിൻ്റെ കുറ്റച്ചാർജ് DYSP AG ലാൽ ഹാജരാക്കി. ഇതിനൊരു പ്രത്യേകത തന്നെയാണ്. അല്ലെങ്കിൽ ഈ കേസ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ശിക്ഷിക്കാൻ. എന്തായാലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽകുമാറും അവസരത്തിനൊത്ത് ഉയർന്നു. കോടതിയിലെ എല്ലാ എവിഡൻസുകളും കോടതിയിലെ മുമ്പാകെ നിരത്തി, ഒരു കണ്ണിയും അറ്റുപോകാതെ ശ്രദ്ധിച്ചു. അതുപോലെ അതിനകത്ത് 1ാം സാക്ഷിയായ രാഹുലിൻ്റെ മൊഴി വളരെയധികം കേസിന് സഹായകരമായ രീതിയിലായിരുന്നു. 1ാം സാക്ഷിയെ കൂടാതെ 71 സാക്ഷികൾ ഈ കേസിനകത്ത് ഉണ്ടായിരുന്നു. 137 രേഖകളും ഉണ്ടായിരുന്നു. നല്ലൊരു കുറ്റച്ചാർജ് തന്നെയാണ് ഇത്. കാരണം വെറുതെ വിട്ടു പോകാൻ സാധ്യതയുള്ളൊരു കേസ് ഏതായാലും വളരെ കൃത്യമായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും DYSPയും കോടതിയുടെ മുമ്പാകെ ആ സാക്ഷികളെ കൊണ്ടുവന്ന് അവർ കൃത്യമായി സാക്ഷി കോടതി പറയുകയും അതോടൊപ്പം തന്നെ ആ രേഖകളെല്ലാം കോടതി കൊണ്ടുവന്ന് കൃത്യമായ രീതിയിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. 2022 ഈ സംഭവം. മാർച്ച് 19 ഏകദേശം 2-2.5 വർഷത്തിനുള്ളിൽ തന്നെ ട്രയൽ പൂർത്തിയാക്കി എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. മകനെയും കുടുംബത്തെയും കൊലപ്പെടുത്തുമെന്ന് പലരോടും പറഞ്ഞ ആ പല ആൾക്കാരും സാക്ഷി കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ 1ാം സാക്ഷിയായിട്ട് വന്ന ആ ആളുടെ മൊഴിയാണ് ഇതിന് കൃത്യമായ രീതിയിൽ കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ച്. രാഹുൽ എന്ന് പറഞ്ഞ ആൾ പല സന്ദർഭത്തിലും അതിന് ചുറ്റും കൂടിയവർ അവരുടെ തീ കെടുത്താനുള്ള ശ്രമത്തിൽ നിന്ന് ഈ ഹമീദ് അവരെയൊക്കെ പിന്തിരിപ്പിക്കുന്ന കാഴ്ചയും ഉണ്ടായി. അവർ മകനെയും ഭാര്യയും മക്കളെയും കൊല്ലണമെന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ കൃത്യമായിരുന്നു അയാൾക്ക്. അതുകൊണ്ടാണ് കോടതി മരണം വരെ തൂക്കി കൊല്ലാൻ വരെ കോടതി വിധിച്ചത്.
80 വയസ്സുള്ള തന്നോട് കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞ് കോടതി അതൊന്നും വകവച്ചില്ല. കാരണം കാരുണ്യം കാണിക്കാൻ കഴിയില്ല, ചെയ്ത പ്രവൃത്തി അങ്ങനെയാണ്. മകനെയും ഭാര്യയെയും 2 കുട്ടികളെയും നിഷ്കരണ മുറിയിലെ അവിടെ പെട്രോൾ ബോംബ് എറിഞ്ഞ് അതിനകത്ത് തീ കത്തിച്ച് അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും വാതിലുകളും എല്ലാം അടച്ച് ആ രീതി ആര് ചുറ്റും തീയിട്ട് അവരെ കൊല്ലുകയായിരുന്നു. നാട്ടുകാർ പലരും അവിടെ വന്നവർ ഓടിക്കൂടിയ സമയത്ത് ഇത് കെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരെയൊക്കെ പിന്തിരിപ്പിക്കുന്ന കാഴ്ചയും നാട്ടുകാർക്ക് കണ്ടപ്പം അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും. എന്തായാലും മുറിക്കുള്ളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ മാർഗവും ഇല്ലായിരുന്നു. ആ പിതാവും ഭാര്യയും കുട്ടികളും വെന്തു മരിക്കുകയായിരുന്നു ചെയ്തത്. അത് കണ്ട് ആനന്ദിക്കുകയായിരുന്നു ആ പിതാവായ ഹമീദിന് ഒരു തരത്തിലും കോടതി ഒരു കൺസെഷൻ കൊടുത്തില്ല. തൊടുപുഴ മുട്ടത്തെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചത്. ആഷ് കെ ബാൽ എന്ന കോടതി ജഡ്ജ് ഒരു കാരുണ്യം കൊടുക്കാതെ തൂക്കുകയർ കൊടുത്തു. ഒപ്പം തന്നെ 10 വർഷത്തെ ജയിൽ ശിക്ഷയും കൊടുത്തു. 5 ലക്ഷം രൂപയുടെ പിഴയും കൂടെ കോടതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇടുക്കി ചീനിക്കുഴി കൊലക്കേസ് എന്നുള്ള രീതിയിൽ വളരെയധികം ഫേമസായ ഒരു കേസാണ്. കാരണം പിതാവാണ് കുറ്റക്കാരൻ, അയാൾ തന്നെയാണ് സ്വന്തം മകനെയും ഭാര്യയും മക്കളെ കൊന്നത്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത അതെന്തിനാണ് സ്വത്ത് തർക്കം. എന്തായാലും കോടതി നല്ലൊരു ശിക്ഷ കൊടുത്തു. കാരണം ഇങ്ങനെയുള്ളവർക്ക് അത് തന്നെയാണ് ആവശ്യം. അതിനകത്ത് ഏജിൻ്റെ കാരണം കൊണ്ട് ഒരു കാരുണ്യം ലഭിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിലും കോടതി അത് വകവച്ചില്ല. അത്ര ക്രൂരമായ പ്രവൃത്തിക്ക് തൂക്കുകയറില്ല മാർഗമില്ല. റയറസ്റ്റ് ഓഫ് റയർ കേസ് തന്നെയായിട്ടാണ് കോടതി ഇത് കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിന് ഹമീദ് ചിലപ്പം അപ്പീൽ പോയിരിക്കാം. കാരണം ഇനി ശിഷ്ടകാലം ജയിലിൽ തന്നെ ആയിരിക്കും അയാളുടെ ജീവിതം എന്നാണ് ഞാൻ കരുതുന്നത്.